بسم الله الرحمن الرحيم. أفلم يهد لهم كم أهلكنا قبلهم من القرون يمشون في مساكنهم إن في ذلك لآيات لأولي النهى ولولا كلمة سبقت من ربك لكان لزاما وأجل مسمى فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل غروبها ومن آناء الليل فسبح وأطراف النهار لعلك ترضى. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1022 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്ത് ത്വാഹയിലെ 128 മുതൽ 130 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫലം യഹ്ദി ലഹും കമ അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ യംശൂന ഫീ മസാകിനിഹിം ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൻ നുഹാ ولولا كلمة سبقت من ربك لكان لزاما وأجل مسمى فاصبر على ما يقولون وسبح بحمد ربك قبل طلوع الشمس وقبل غروبها ومن آناء الليل فسبح وأطراف النهار لعلك ترضى. صدق الله العلي العظيم. സൂറത്ത് ത്വാഹയിലെ 128 മുതൽ 130 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. 135 ആയത്തുകൾ അടങ്ങിയിട്ടുള്ള സൂറത്ത് ത്വാഹയിലെ അതിന്റെ ഏകദേശം അവസാന ഭാഗത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തിരുന്ന മക്കയിലെ ആളുകൾ, വിശേഷിച്ച് ഖുറൈശികൾ, വിഗ്രഹാരാധകരും ബഹുദൈവാരാധകരും ഒക്കെയായിരുന്ന ഖുറൈശി സമൂഹം, അവരെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് സൂറത്തു ത്വാഹയുടെ ഈ അവസാന ഭാഗത്ത് വരുന്ന പ്രതിപാദ്യങ്ങൾ. അതിൽ അഡ്രസ് ചെയ്യപ്പെടുന്ന സമൂഹം പ്രാഥമികമായിട്ട് മക്കയിലെ ഈ ഖുറൈശി സമൂഹവും അവരോട് സമ്പർക്കപ്പെട്ടുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടു മുന്നിലുള്ള പ്രബോധിത സമൂഹം. അപ്പോ ഇവിടെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ഭാഗത്ത് അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തലുകളായിക്കൊണ്ടുള്ള ആയാത്തുകളെ കാണാൻ കൂട്ടാക്കാതെ അതിൽ നിന്നും മുഖം തിരിച്ചു കളഞ്ഞ ആളുകൾക്കും അള്ളാഹു ഇടുക്കമുള്ള ഒരു ജീവിതം വാഗ്ദാനം ചെയ്യുന്ന കാര്യം നമ്മൾ കാണുകയുണ്ടായി. അന്ത്യനാളിൽ അവര് അന്ധരായിട്ടാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക. അപ്പോ എന്തുകൊണ്ടാണ് അന്ധതയുള്ളവരായിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്? ഭൂമുഖത്തെ അവരുടെ വാസക്കാലത്ത് അവര് എല്ലാം കാണാൻ കഴിയുന്നവരായിരുന്നല്ലോ എന്ന വിധത്തിൽ അവര് ആശ്ചര്യപ്പെട്ടുകൊണ്ട് അവരുടെ ആ ഞെട്ടല് പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു കാര്യവും അവിടെ പറയുകയുണ്ടായി. അതിനുള്ള പ്രതികരണം അള്ളാഹു നൽകിയത് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ അടുക്കലേക്കൊക്കെ വന്നതാണ്. ഓർമ്മപ്പെടുത്തലായിരുന്നു അത്. നിങ്ങളുടെ വിസ്മൃതിയില് മറഞ്ഞുപോയിട്ടുള്ള, നിങ്ങൾക്ക് നന്നായി അറിയാവുന്ന നിങ്ങളുടെ സൃഷ്ടാവിനെ കുറിച്ചുള്ള ബോധം, അത്
തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു ഉണർത്തലായിട്ടാണ്, ഓർമ്മപ്പെടുത്തലായിട്ടാണ് ദൂതന്മാർ വന്നതും ദൈവിക ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ചതും ഒക്കെ തന്നെ. പക്ഷെ അങ്ങനെയുള്ള ഓർമ്മപ്പെടുത്തൽ ഉണ്ടായപ്പോ നിങ്ങൾ അവയെ വിസ്മരിക്കാമെന്ന് വെക്കുകയാണല്ലോ ഉണ്ടായത്. അതേ വിധത്തില് ഇന്ന് നിങ്ങൾ വിസ്മൃതരാകാൻ പോവുകയാണ്. ഇന്ന് നിങ്ങൾ അവഗണിക്കപ്പെടാനും വിസ്മരിക്കപ്പെടാനും പോവുകയാണ്. അതാണ് നിങ്ങൾക്കുള്ള വിധി. നിങ്ങൾ ഇല്ലാത്തവരായിട്ട് ഇവിടെ പ്രത്യക്ഷപ്പെടുന്നതിന്റെ കാരണം നിങ്ങൾക്ക് കാഴ്ച തരണം എന്നത് നാം തീരുമാനിച്ചിട്ടില്ല എന്നതാണ്. അതിന് കാരണം നിങ്ങളെ വിസ്മരിക്കാം, നിങ്ങളെ അങ്ങ് അവഗണിച്ചേക്കാം എന്നതാണ് നമ്മുടെ തീരുമാനം. അതുകൊണ്ടാണ് അത് നിങ്ങളുടെ തന്നെ നിലപാടായിരുന്നു നേരത്തെ. وكذلك نجزي من أسرف ولم يؤمن بآيات ربه. റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വാസം ഉൾക്കൊള്ളാതെ ജീവിതത്തിലെ സകലവിധ അതിർവരമ്പുകളെയും ഭേദിച്ചുകൊണ്ട് നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിച്ച ആളുകൾ, ഇങ്ങനെയാണ് അവർക്കുള്ള പ്രതിഫലം നാം ഒരുക്കി വെച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അവർക്ക് മഴീഷത്തും ലങ്ക ആണ് ഉള്ളത്. അവരെ കാത്തിരിക്കുന്ന കഠിനമായ പാരത്രിക ലോകത്തെ ശിക്ഷയും നീണ്ടു നിൽക്കുന്ന അവസാനിക്കാത്ത ശിക്ഷയും ഉണ്ട് എന്ന് അതിനെ തുടർന്ന് അല്ലാഹു അവരെ അറിയിക്കുന്നുണ്ട്. അതിനുശേഷം വരുന്ന ആയത്തുകളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ആ ആയത്തുകൾ നോക്കുക. അഫലം യഹ്ദി ലഹും, ഇവർക്ക് എന്തുകൊണ്ട് ഒരു മാർഗദർശനമാവുന്നില്ല, അല്ലെങ്കിൽ ഇവർക്ക് ഒരു വെളിച്ചം പകരുന്നതാകാത്തതുണ്ട്. കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ, എത്രയെത്ര തലമുറകളെ ഇവർക്ക് മുമ്പുണ്ടായിരുന്ന എത്രയെത്ര തലമുറകളെ നാം നശിപ്പിക്കുകയുണ്ടായി എന്ന കാര്യം ഇവർക്ക് വേണ്ടത്ര വെളിച്ചം പകരാത്തതെന്തേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അത് അവർക്ക് വെളിച്ചമാവാതിരിക്കുന്ന, മാർഗദർശനമാവാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? യംശൂന ഫീ മസാക്കിനിഹിം, അവരുടെ ഈ നശിപ്പിക്കപ്പെട്ട തലമുറകളുടെ പാർപ്പിടങ്ങളിലൂടെയൊക്കെയാണ്, പാർപ്പിട ഇടങ്ങളിലൂടെയാണ് ഇവരിന്ന് നിത്യവും നടന്നു പോകുന്നതും സഞ്ചരിക്കുന്നതും ഒക്കെ തന്നെ. ആ പൂർവിക സമൂഹങ്ങൾ അവരിവിടെ വിട്ടേച്ചു പോയ അവരുടെ വാസ ഇടങ്ങളൊക്കെ ഇപ്പോഴുണ്ട്. നിങ്ങൾ അവയിലൂടെ നിത്യേന എന്നോണം സഞ്ചരിക്കുകയോ നടന്നു നീങ്ങുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ അനുഭവം ഇവർക്ക് വെളിച്ചം പകരാതിരിക്കുന്നത് എന്തേ എന്നതാണ് ഇവിടുത്തെ വിഷയം. അഫലം യഹ്ദി ലഹും കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ, ഇവർക്ക് മുമ്പ് ജീവിച്ചിരിപ്പുണ്ടായിരുന്ന എത്രയെത്ര തലമുറകളെയാണ് നാം നശിപ്പിക്കുകയുണ്ടായത് എന്ന കാര്യം ഇവർക്ക് ഒരു വെളിച്ചമാവുന്നില്ലേ, ഒരു മാർഗദർശനമാവുന്നില്ലേ? കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് ആ അനുഭവം, പൂർവികരുടെ അനുഭവം മതിയാവുന്നില്ലേ എന്നതാണ് ഉന്നയിക്കപ്പെടുന്ന ചോദ്യം. യംശൂന ഫീ മസാക്കിനിഹിം, അവരുടെ ആ പൂർവികർ, നശിപ്പിക്കപ്പെട്ട ആ പൂർവിക തലമുറകളുടെ മസാക്കിനുകളിലൂടെയാണ് ഇവര് സഞ്ചരിക്കുന്നത്. അവരുടെ മസ്കനുകൾ, അവരുടെ പാർപ്പിടങ്ങള്, അവരുടെ വാസസ്ഥലങ്ങൾ, അവക്കിടയിലൂടെയൊക്കെയാണ് ഇവര് നടന്നു നീങ്ങുന്നതും ദിനേന സഞ്ചരിക്കുന്നതും ഒക്കെ. എന്നിട്ടും അത് അവർക്ക് അവരുടെ ആ പൂർവിക സമൂഹങ്ങളുടെ അനുഭവങ്ങൾ ഇവർക്കൊരു പാഠമാവുന്നില്ലേ എന്നാണ് ചോദ്യം. അപ്പൊ ഇത് മക്കയിലെ ആ ചുറ്റുപാടുമുള്ള ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട്, അവരെ പരാമർശിച്ചുകൊണ്ടുള്ള ഒരു കാര്യമാണ്. ഈ മക്കയിലെ ഖുറൈശി സമൂഹം, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യത്യസ്ത ഗോത്രങ്ങളിലെ ആളുകൾ, ഇവരൊക്കെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നില് അള്ളാഹുവിന്റെ ദൂതനായിട്ട് പ്രത്യക്ഷപ്പെട്ടപ്പോ
അദ്ദേഹം അവരുടെ മുന്നിൽ സമർപ്പിച്ച ദൈവിക ദൃഷ്ടാന്തങ്ങളെ വളരെ അവഗണനയോടുകൂടി കൈകാര്യം ചെയ്യാൻ ഇവർക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? പൂർവിക സമൂഹങ്ങളുടെ അനുഭവങ്ങളിൽ നിന്നൊന്നും ഇവരൊരു പാഠവും പഠിച്ചിട്ടില്ലേ? അവർക്ക് അതിൽ നിന്നൊരു വെളിച്ചവും കിട്ടിയിട്ടില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്ന ചോദ്യം. ഈ പൂർവിക സമൂഹങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് മൺമറഞ്ഞു പോയി അവരുടെ യാതൊരു ആസാറും അവശേഷിക്കാത്ത വിധത്തില് ചരിത്രത്തില് വിസ്മൃതമായി പോയ കൂട്ടരൊന്നുമല്ല. ആ തലമുറകളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും ഇവരുടെ നിത്യജീവിതത്തില് പൊങ്ങി വരുന്നുണ്ട്. അവര് കാണാനും കേൾക്കാനും ശ്രദ്ധിക്കാനും ഒക്കെ അവസരമാകുന്ന വിധത്തിൽ അവരുടെ മുന്നില് ആ പൂർവിക സമൂഹങ്ങളുടെ പാർപ്പിടങ്ങളിലൂടെ, അവരുടെ ജീവിതാവശിഷ്ടങ്ങളിലൂടെ, അവരുടെ ശേഷിപ്പുകളിലൂടെ ഒക്കെയാണ് ഇവരിന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അവരുടെ ദുരനുഭവങ്ങൾ ഇവർക്ക് ഒരു കണ്ണു തുറപ്പിക്കുന്ന അനുഭവം ആകുന്നില്ലേ എന്നതാണ് വിഷയം. ഇന്നഫീദാലിക്ക, നിശ്ചയമായിട്ടും ഈ ഒരു കാര്യത്തില് ആയാത്തിൽ ഉലിന്നുഹ, ബുദ്ധിയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിലൊക്കെ വലിയ ആയാത്തുകളുണ്ട്, വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ഒരു കാര്യം മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം മദായിൻ സ്വാലിഹ് പ്രദേശത്തെ സ്വാലിഹ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹം നശിച്ചു പോയ അവരുടെ അവശിഷ്ടങ്ങള് അവരുടെ യാത്രക്കിടയിൽ കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ്. അതേപോലെ ആദ് സമൂഹത്തിന്റെ അവശിഷ്ടങ്ങള്, അതുപോലെ ഷുഐബ് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ അവശിഷ്ടങ്ങള്, ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിന്റെ അവശിഷ്ടങ്ങള്, ഇങ്ങനെ പല ചരിത്ര ശേഷിപ്പുകളും അവരുടെ യാത്രക്കിടയില് അവരുടെ സഞ്ചാരത്തിന്റെ ഭാഗമായുള്ള നീക്കത്തില് ഒക്കെ അവര് കാണുന്നുണ്ട്. അവരതിനെ കുറിച്ച് ബോധമുള്ളവരായി മാറുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നും അവർക്ക് മതിയാവുന്നില്ലേ ഒരു മാർഗദർശനമായിട്ട് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഈ നശിപ്പിക്കപ്പെട്ട സമൂഹങ്ങൾ അവരുടെ അവിശ്വാസം കാരണമായി, അവരുടെ ധിക്കാരം കാരണമായി, അവര് ദൈവിക നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ജീവിത രീതി അവലംബിച്ചത് കാരണമായി ഒക്കെയാണ് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള അനുഭവങ്ങൾ കൺമുന്നിലുണ്ടായിട്ടും ഈ സമൂഹം ദൈവിക ദൃഷ്ടാന്തങ്ങൾ അവരുടെ മുന്നിൽ കാണിക്കപ്പെടുമ്പോൾ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. ദൈവിക നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് അതിനെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെയാണ് ഇവര് കഴിയുന്നത് എന്നത് വളരെ വിചിത്രമായിരിക്കുന്നു എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സമൂഹങ്ങളുടെയൊക്കെ അവരുടെ കൺമുന്നിലുള്ള അനുഭവങ്ങളുടെ അടയാളപ്പെടുത്തലുകൾ തന്നെ ധാരാളം മതി ഇവർക്ക് പാഠം ഉൾക്കൊള്ളാൻ. പക്ഷെ അതെന്തേ മതിയാകാതെ വരുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ ഉന്നയിക്കുന്ന ചോദ്യം. അഫലം യഹ്ദി ലഹും കം അഹ്ലക്നാ ഖബ്ലഹും മിനൽ ഖുറൂൻ യംശൂന ഫീ മസാകിനിഹിം ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൻ നുഹ. ബുദ്ധിയുള്ളവർക്ക് യഥാർത്ഥത്തിൽ ഇക്കാര്യത്തില് വലിയ ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് മതി. ദൃഷ്ടാന്തം എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു സംഗതിയല്ല, വലിയ പാഠം ഉൾക്കൊള്ളാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ഒരു വലിയ പ്രതിഭാസം തന്നെയാണ് ദൃഷ്ടാന്തം. ഇവിടെ ഈ ചരിത്ര ശേഷിപ്പുകളൊക്കെ തന്നെ വലിയ കാര്യങ്ങൾ വായിച്ചെടുക്കാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ചെറിയ ചെറിയ അവശിഷ്ടങ്ങളാണ്. അതൊക്കെ തന്നെ അവർക്ക് പാഠം ഉൾക്കൊള്ളാൻ, ചരിത്രത്തിൽ നിന്ന്, മനുഷ്യാനുഭവത്തിൽ നിന്ന്, മനുഷ്യന്റെ ഗതകാല അനുഭവങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വളരെയേറെ ഉപകരിക്കുന്നതാണ്. പക്ഷേ ബുദ്ധിയുള്ളവർക്കേ, ബുദ്ധി പ്രയോജനപ്പെടുത്തുന്നവർക്കേ അത് ഫലം ചെയ്യുകയുള്ളൂ എന്നതാണ് വസ്തുത. ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഉലിൻ നുഹ. എന്നിട്ട് അല്ലാഹു തുടർന്ന് ചോദിക്കുകയാണ്, വലൗല കലിമത്തുൻ സബഖത് മിർ റബ്ബിക, നിന്റെ റബ്ബിന്റെ അടുക്കൽ നിന്ന് നേരത്തെ തന്നെ ഒരു വചനം, ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലായിരുന്നുവെങ്കിൽ ലഖാന ലിസാമ, ഇതെന്നേ നടപ്പിലായി കഴിയുമായിരുന്നു.
അതാണ് അള്ളാഹു പറയുന്നത്. ഈ സമൂഹത്തിനെ, മക്കയിലെ ഈ ഇവിടെ പ്രതിപാദിക്കപ്പെടുന്ന ഈ സമൂഹത്തിനെ ദൈവിക ശിക്ഷ ഏൽപ്പിക്കുക എന്നൊരു സംഗതി, അവരുടെ ധിക്കാരവും അനുസരണക്കേടും വിശ്വാസരാഹിത്യവും ഒക്കെ കാരണമായിട്ട് അവരുടെ പേരിൽ നടപടി എടുക്കുക എന്നൊരു സംഗതി എന്നേ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. അതിന് തടസ്സമായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിന്റെ നാഥന്റെ അടുക്കൽ നിന്ന് നേരത്തെ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. രണ്ടാമത്തത്, അവർക്കൊരു അജലും മുസമ്മ, നിർണിതമായ ഒരു അജല് നിർണയിക്കപ്പെട്ടിട്ടും ഉണ്ട് എന്നതാണ്. രണ്ട് കാരണങ്ങളാലാണ് ഈ സമൂഹം അവരുടെ ധിക്കാരവും വിശ്വാസരാഹിത്യവും അനുസരണക്കേടും ഒക്കെ കാരണമായിട്ട് നശിപ്പിക്കപ്പെടാതെ, ദൈവിക നടപടിക്ക് വിധേയരാക്കപ്പെടാതെ ഇന്നും നിലകൊള്ളുന്നത് എന്നാണ് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത്. ആ രണ്ട് കാര്യങ്ങൾ ഇതാണ്. അള്ളാഹുവിന്റെ പക്കൽ നിന്ന് നേരത്തെ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. ആ പ്രഖ്യാപനം ഓരോ സമൂഹത്തിനും അള്ളാഹു ഒരു അജല് നിശ്ചയിച്ചിട്ടുണ്ട് എന്നതും, അവരുടെ ഭാഗത്തു നിന്നുള്ള ധിക്കാരം എത്ര തന്നെ കടുത്തതാണെങ്കിലും ആ അജല് എത്തുന്നതിന് മുമ്പായി ദൈവിക നടപടി ഉണ്ടാവുകയില്ല എന്ന ഒരു പ്രഖ്യാപനം, അത് അള്ളാന്റെ തീരുമാനമാണ്. അതിന്റെ സമയവും ക്രമവും ഒന്നും അള്ളാഹു ആരെയും അറിയിച്ചു കൊണ്ടല്ല അത് നിർവഹിക്കുന്നത്. അള്ളാഹുവിനറിയാം, അവന്റെ രേഖയിൽ അത് രേഖപ്പെട്ട് കിടക്കുന്നു. അപ്പോ അങ്ങനെയുള്ള ഒരു കലിമത്ത് അള്ളാഹുവിന്റെ നേരത്തെ തന്നെയുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നില്ല എങ്കിൽ, അതുപോലെ ഈ നടപടി, ഇവർക്കെതിരിലുള്ള നടപടി ലഖാന ലിസാമ, അത് ലിസാമായി കഴിഞ്ഞിട്ടുണ്ടാവും. ലിസാം എന്ന് പറഞ്ഞ ഒരു സംഗതി അറമ്പറ്റുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ലാസിമായി മാറും. നടന്നു കഴിഞ്ഞു എന്നത് പിന്നെ നമുക്ക് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവിക ശിക്ഷ എന്നത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ലിസാമായി, അത് നടപ്പിലാക്കപ്പെട്ടു എന്നൊരു യാഥാർത്ഥ്യമായി കഴിഞ്ഞു. അങ്ങനെ യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു ഇവരുടെ കാര്യത്തില് അള്ളാഹു നേരത്തെ തന്നെ നടത്തിയൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നില്ല എങ്കിൽ. അപ്പൊ ഇവരുടെ ധിക്കാരം കണ്ട് ഉടനടി അള്ളാഹു നടപടി സ്വീകരിക്കാതിരിക്കുന്നത് കണ്ട് ആരും അള്ളാഹു വളരെ ദുർബലനായി പോയി, ഇത്രയും വലിയ ധിക്കാരം കാണിച്ചിട്ടും അവൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല, അവന് സാധിക്കുന്നില്ല എന്നൊക്കെ ആരും കരുതേണ്ടതില്ല. രണ്ട് കാരണങ്ങളാലാണ് അള്ളാഹു അത് നടപ്പിലാക്കാത്തത്. ഒന്ന്, അവര് സംബന്ധമായിട്ടുള്ള അവരുടെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അള്ളാഹുവിന്റെ ഒരു കലിമത്ത്, അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനം നേരത്തെ ഉണ്ടായിട്ടുള്ളതാണ്. രണ്ടാമത്തത്, അവർക്കൊരു അജല് നിശ്ചയിച്ചിട്ടുണ്ട് എന്നതുമാണ്. ഒരു അജല് നിശ്ചയിച്ചിട്ടുണ്ട് എന്നൊരു കാരണത്താലും ഇവരുടെ കാര്യത്തില് അള്ളാഹു ഒരു പ്രഖ്യാപനം നേരത്തെ നടത്തിയിട്ടുണ്ട് എന്നതിനാലും ധിക്കാരം കാണുമ്പോഴേക്ക് അവരുടെ കാര്യത്തിൽ നടപടി ഉണ്ടാവില്ല. ഇപ്പോ ആരും തെറ്റിദ്ധരിക്കേണ്ട, അള്ളാഹു വളരെ ദുർബലനായ ഒരുവനായതുകൊണ്ടാണ് ഇത്ര കടുത്ത ധിക്കാരം കാണിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടാവാതിരിക്കുന്നത് എന്ന്. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പോളിസിയുടെ ഭാഗമാണ്. അള്ളാഹു ഓരോ സമൂഹത്തിനും ഒരു അജല് നിശ്ചയിച്ചിട്ടുണ്ട്. ആ അജല് എത്തുന്നതിന് മുമ്പായിട്ട് അവൻ അവരുടെയൊക്കെ ആയുസ് വെട്ടിക്കുറച്ചുകൊണ്ട് അവർക്കെതിരിൽ നടപടി സ്വീകരിക്കുകയില്ല എന്നത് അള്ളാഹുവിന്റെ ഒരു പ്രഖ്യാപനമാണ്, അള്ളാഹുവിന്റെ ഒരു നയമാണ്. അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നില്ലെങ്കിൽ ലഖാന ലിജാമ, ഇത് എന്നേ നടപ്പിലായി കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്തുണ നൽകിക്കൊണ്ട് നിലകൊള്ളുന്ന ദുർബലരായ സത്യവിശ്വാസികളൊക്കെയും തന്നെ ഈ കുഫാറുകളുടെ, ഈ നിഷേധികളുടെ ധിക്കാരപരമായ നടപടിക്ക് എതിരിൽ അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചവരും അങ്ങനെ ആഗ്രഹിച്ചു പോയവരൊക്കെ ആയിരിക്കും. കാരണം അത്രയും വലിയ പീഡനമാണ് അവരൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. അവരില് മണലാരണ്യത്തില് വിവസ്ത്രരാക്കപ്പെട്ട വിധത്തില് ശരീരത്തില് വലിയ പാറക്കല്ല് കയറ്റി വെച്ച് വലിച്ചഴക്കപ്പെട്ടവരുണ്ട്.
ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ. ശരീരത്തിന്റെ മാംസളമായ ഭാഗം ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്ത് ഇഞ്ചിഞ്ചായി കൊന്നുകളഞ്ഞ, അങ്ങനെ കൊല ചെയ്യപ്പെട്ട ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. അതുപോലെ അതിഭീകരമായ വിധത്തിലുള്ള ശാരീരിക പീഡനങ്ങൾ ഏൽപ്പിക്കപ്പെട്ടുകൊണ്ട് പിടഞ്ഞു മരിച്ച ആളുകളുണ്ട്. അവരുടെ കൂട്ടത്തില് വളരെ നിർദ്ധയമായ രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെട്ട സ്ത്രീകളൊക്കെയുണ്ട്. ഇതൊക്കെ ചരിത്രമാണ്. ഇതൊക്കെ അവരുടെ കൺമുന്നിൽ അരങ്ങേറിയിട്ടുള്ള സംഗതികളാണ്. അപ്പൊ ഇത്രയും കഠിനമായ പീഡനങ്ങളും ശിക്ഷാമുറകളും ഒക്കെ നടപ്പിലാക്കപ്പെട്ടപ്പോൾ അതിൽ അള്ളാഹുവിന്റെ ഒരു നടപടി ഉണ്ടാകും എന്ന് ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പലരും. പക്ഷെ എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല എന്നത് അവരെ ആശങ്കപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശങ്ക കാണും, സത്യവിശ്വാസികൾക്കും ആശങ്കയുണ്ടാവും. അള്ളാഹു അത് സംബന്ധമായിട്ട് അള്ളാഹുവിന്റെ ഒരു നയം ഇവിടെ വ്യക്തമാക്കുകയാണ്. ഒരൊറ്റ കാരണത്താലാണ്, അല്ലെങ്കിൽ ഈ പരാമർശിക്കപ്പെട്ട രണ്ട് വിഷയങ്ങളാലാണ്, അല്ലെങ്കിൽ ഇവരുടെ കാര്യത്തിൽ എന്നോ തീർപ്പ് കൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകുമായിരുന്നു എന്നാണ് അള്ളാഹു പറയുന്നത്. അത് നാം നേരത്തെ തന്നെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നതാണ്. രണ്ടാമത്തത്, ഇവർക്ക് ഒരു അജലും മുസമ്മ, ഒരു നിർണിതമായ അവധി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് എന്നത് കാരണവുമായിട്ടാണ്. അപ്പൊ ആ അജലെത്തുന്നത് വരെ അവരുടെ കാര്യത്തിൽ അവരെ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കുന്ന വിധത്തിലുള്ള നടപടിയൊന്നും ഉണ്ടാവുകയില്ല എന്നത് അള്ളാഹു നേരത്തെ പ്രഖ്യാപിച്ച ഒരു കാര്യമായതുകൊണ്ട് ആ അജലെത്തുന്നത് വരെ അവരിവിടെ ഉണ്ടാവും. അതാണ് അവരുടെ കാര്യത്തിലുള്ള വെളിപ്പെടുത്തൽ. ഇതാണ് അള്ളാഹു വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് അവര് നിന്നെ വിഷമിപ്പിച്ചുകൊണ്ട് പറയുന്ന പല സംസാരങ്ങളും ഉണ്ട്. ഇപ്പോ നിന്നെ ദ്രോഹിക്കുന്ന വിധത്തില്, നിനക്ക് മാനസികമായ പീഡനമേൽപ്പിക്കുന്ന വിധത്തിലൊക്കെയുള്ള അവരുടെ സംസാരം, ആ സംസാരങ്ങളൊക്കെ നീ സഹനത്തോടുകൂടി നേരിടുക. ഫസ്ബിർ അലാ മാ യഖൂലൂൻ, അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തില് നീ സഹനം അവലംബിക്കുക. കാരണം അള്ളാഹു ഉടനെ നടപടി സ്വീകരിക്കുന്നതല്ല. അവർക്ക് അള്ളാഹു ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം എത്തുന്നത് വരെ അള്ളാഹു അവർക്ക് അവരുടെ ഏത് ധിക്കാര നടപടികളെയും അവരുടെ ഏത് നിഷേധ നിലപാടുകളെയും ഒക്കെ ഇരിക്കെ തന്നെ അവർക്കെതിരെ നടപടി സ്വീകരിക്കാതെ ഇരിക്കും എന്നതാണ് അള്ളാഹുവിന്റെ നന്മ. അതുകൊണ്ട് പ്രവാചകരെ താങ്കൾ സ്വബ്ർ ചെയ്യും. ഫസ്ബിർ അലാ മാ യഖൂലൂൻ. ഇപ്പൊ നടപടി ഉണ്ടാവുന്നില്ല എന്നത് മാത്രമല്ല, നിന്റെ റബ്ബിന് യാതൊന്നും ചെയ്യാൻ പറ്റാത്തത് എന്ന് വരെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുകയാണ് അവര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാനസിക പീഡനത്തിന് വിധേയമാക്കുകയാണ്. നിന്റെ റബ്ബ് വലിയ കരുത്തുള്ളവനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇത്ര വലിയ ധിക്കാരം കാണിച്ചിട്ട് പോലും എന്തേ ഒരു നടപടിയും സ്വീകരിക്കാത്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അതുകൊണ്ട് ഫസ്ബിർ, ക്ഷമ അവലംബിക്കുക. അലാ മാ യഖൂലൂൻ, അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ. എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയുന്നത്, അദ്ദേഹത്തിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അതേപോലെ സത്യവിശ്വാസികൾക്കൊക്കെയും തന്നെ വലിയ ആശ്വാസം ലഭിക്കാൻ സാധ്യതയുള്ള ഒരു പ്രവർത്തനത്തെ കുറിച്ചാണ്. ഫസ്ബിർ അലാ മാ യഖൂലൂൻ, എന്നിട്ട് വസബ്ബിഹ് ബിഹംദി റബ്ബിക, നീ നിന്റെ നാഥന് സ്തുതികീർത്തനങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവനെ പ്രകീർത്തിക്കുക. ഇത് ഈ രണ്ട് വാക്കുകളും കൂടി സൂചിപ്പിക്കുന്നത് നമസ്കാരത്തെയാണ്, സ്വലാത്തിനെയാണ്. നമസ്കാരത്തിന്റെ മുഖ്യമായ കാതല് തസ്ബീഹും തഹ്മീദും ഒക്കെയാണല്ലോ. അപ്പോ ഈ രണ്ട് കാര്യം എടുത്തു പറഞ്ഞുകൊണ്ടാണ് അത് നിർവഹിക്കുക എന്നുള്ളത് പറയുന്നത്. വസബ്ബിഹ് ബിഹംദി റബ്ബിക, നീ നിന്റെ റബ്ബിനെ ഹംദ് ചെയ്തുകൊണ്ട് അവനെ പ്രകീർത്തിക്കുക, അവനെ സ്തുതികീർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നീ അവനെ വാഴ്ത്തുക, നീ നമസ്കാരം അനുഷ്ഠിക്കുക.
ഖബ്ല തുലൂഇ ശംസ്, സൂര്യോദയത്തിന് മുമ്പ് നീ ഈ തഹ്മീദും തസ്ബീഹും അടങ്ങിയിട്ടുള്ള പ്രാർത്ഥന നിർവഹിക്കുക. വഖബ്ല ഗുറൂബിഹ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പായിട്ടും നീ അങ്ങനെ ചെയ്യുക. വമിൻ ആനാഇൽ ലൈലി, രാത്രിയുടെ വിവിധ ഘട്ടങ്ങളിലായിട്ടും അല്ലെങ്കിൽ വിവിധ യാമങ്ങളിലായിട്ടും നീ ഈ കാര്യം നിർവഹിക്കുക. ഫസബ്ബിഹ്, നീ അവനുള്ള പ്രകീർത്തനങ്ങളിൽ മുഴുകുക. വഅത്റാഫൻ നഹാർ, പകലിന്റെ ഘട്ടങ്ങളിലും ലഅല്ലക തർലാ, നീ തൃപ്തി അടഞ്ഞവൻ ആയെന്നു വരും. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ മാനസിക സംഘർഷത്തിന്റെ അവസ്ഥയിൽ സത്യവിശ്വാസികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനസ്സിന്റെ പ്രയാസം, ആ അവസ്ഥയിൽ അവർക്ക് അത് ലഘൂകരിക്കാനുള്ള, അതിനെ അവർക്ക് താങ്ങാൻ പറ്റുന്ന ആശ്വാസം പകരുന്ന വിധത്തിലുള്ള ഒരു അനുഭവമാക്കി മാറ്റുന്നതിനുള്ള ഒരു തന്ത്രമാണ് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. എത്ര തന്നെ പീഡനങ്ങൾ ആരിൽ നിന്നൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരികയാണെങ്കിലും ഞാൻ എൻ്റെ റബ്ബിന്റെ ചാരത്ത് തന്നെയാണ് ഉള്ളത് എന്നൊരു ബോധം ഒരാളിൽ ഉണ്ടാവുകയാണെങ്കിൽ അയാൾക്ക് അതൊന്നും ഒരു പ്രയാസമായിട്ട് അനുഭവപ്പെടില്ല. അയാൾക്ക് അതൊക്കെ വളരെ ലളിതമായിട്ട് തോന്നും. എത്ര തന്നെ വലിയ വെല്ലുവിളിയാണെങ്കിലും അതൊക്കെ അയാൾക്ക് വളരെ നിസ്സാരമായി, ലളിതമായി, എളുപ്പമായി അനുഭവപ്പെടും. അപ്പോ ഈ ആളുകളുടെ കുത്തുവാക്കുകൾ, അവരുടെ പരിഹാസം, അവര് കാണിക്കുന്ന ധിക്കാരവും അനുസരണക്കേടും സത്യനിഷേധവും ഒക്കെ ഇരിക്കെ തന്നെ അതുകൂടാതെ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അടങ്ങിയിട്ടുള്ള കുറ്റപ്പെടുത്തലും പരിഹാസവും ഒക്കെ തന്നെ, ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തില് പ്രവാചകരെ താങ്കള് വലിയ സഹനം അവലംബിക്കുക, ക്ഷമ കൈക്കൊള്ളുക. ഫസ്ബിർ അലാ മാ യഖൂലൂൻ, എന്നിട്ട് താങ്കളുടെ ശ്രദ്ധ ഇതിലായിരുന്നോട്ടെ. വസബ്ബിഹ് ബിഹംദി റബ്ബിക, നിന്റെ നാഥന് ഹംദ് ചെയ്യുന്നതിലും അതുപോലെ തസ്ബീഹ് ചെയ്യുന്നതിലുമായിരിക്കട്ടെ നിന്റെ ശ്രദ്ധ. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങളും അടങ്ങിയ നമസ്കാരത്തില്, പ്രാർത്ഥനയിലായിരിക്കട്ടെ നിന്റെ മനസ്സ് കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. നമസ്കാരത്തെ പരാമർശിക്കാൻ വേണ്ടി റുകൂഅ് പറയുന്നതും സുജൂദ് പറയുന്നതും അതുപോലെ നിൽക്കുന്നതിനെ കുറിച്ച് പറയുന്നതും ഹംദ് ചെയ്യുന്നതിനെ കുറിച്ചും തസ്ബീഹ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നതും ഖുർആൻ പൊതുവെ സ്വീകരിച്ചിരിക്കുന്ന ഒരു ശൈലിയാണ്. ഇൻഡയറക്റ്റ് ആയിട്ട് നമസ്കാരത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ കഴിയും. ഖിയാം അടങ്ങിയിട്ടുള്ളതാണ് നമസ്കാരം, അതുപോലെ റുകൂഅ് അടങ്ങിയിട്ടുള്ളതാണ്, സുജൂദ് അടങ്ങിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെ തഹ്മീദും തസ്ബീഹും അടങ്ങിയിട്ടുള്ളതാണ് നമസ്കാരം. അപ്പൊ ഇതിൽ ഓരോന്നിനും പ്രാധാന്യമുണ്ട്. നമസ്കാരത്തിന്റെ ഘടകങ്ങളെ പല ഘട്ടങ്ങളിലായിട്ട് ഖുർആൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഈ വിധത്തിൽ. അതിൽ നിന്ന് തിലാവത്ത് നിർവഹിച്ചുകൊണ്ട് ഖുർആൻ പാരായണം നടത്തുന്ന ഒരു ഭാഗം നമസ്കാരത്തിൻ്റെതായിട്ടുണ്ട്. കുനിഞ്ഞു നിന്നുകൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ഒരു ഘടകം അതിലടങ്ങിയിട്ടുണ്ട്. റുകൂഅ്, സാഷ്ടാംഗം ചെയ്തുകൊണ്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ഒരു രീതി അതിലടങ്ങിയിട്ടുണ്ട്. അതുപോലെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയും പ്രകീർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന വേറെയും എലിമെന്റ്സ് നമസ്കാരത്തിലുണ്ട്. അപ്പോ നമസ്കാരത്തിന്റെ വിവിധ ഘടകങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് വിവിധ ഇടങ്ങളില് ഖുർആൻ പരാമർശിക്കുക. അഖിം എന്ന് പറയുന്ന ഇടമുണ്ട്, ഉസ്ജുദ് എന്ന് പറയുന്ന ഇടമുണ്ട്, ഉർക്ക എന്ന് പറയുന്ന ഇടമുണ്ട്. അതുപോലെ ഇവിടെ തസ്ബീഹും തഹ്മീദും ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത്. വസബ്ബിഹ് ബിഹംദി റബ്ബിക, നീ നിന്റെ നാഥനുള്ള തഹ്മീദും തസ്ബീഹും നിർവഹിക്കുക, നീ നമസ്കരിക്കുക, സ്വലാത്ത് ചെല്ലുക, സ്വലാത്ത് നിർവഹിക്കുക, നമസ്കാരം നിർവഹിക്കുക. ഇത് മക്കയിൽ അവതരിച്ച സൂറത്താണ്. മക്കയില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ അനുയായികൾ വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ നമസ്കാരത്തിന്റെ സമയക്രമം ഒക്കെ വ്യക്തമായി, അതിന്റെ ഘടനയും രൂപവും ഒക്കെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഅ്റാജിന്റെ ഭാഗമായിട്ടാണ്.
മെഹ്റാജിന്റെ മുമ്പ് അവതരിച്ച സൂറത്തുകളില് നമസ്കാരത്തിന്റെ സമയക്രമത്തെ പരോക്ഷമായിട്ട് ഇങ്ങനെ സൂചിപ്പിക്കുന്നത് പല സന്ദർഭങ്ങളിലുമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ വളരെ ശ്രദ്ധേയമായ നമസ്കാരത്തെ പരാമർശിക്കുന്ന ആയത്തുകളുടെ കൂട്ടത്തില് ഒന്നാണിത്. ഇതിൽ ചില സമയ സൂചനകൾ നൽകുന്നുണ്ട്. സൂറത്ത് ഹൂദില് നൽകപ്പെടുന്ന 5 നേരത്തെ നമസ്കാരത്തിന്റെ കൃത്യമായ സമയ സൂചന അത് അവതരിക്കുന്നതിന് മുമ്പായിട്ട് പൊതുവായിട്ടുള്ള ചില സമയക്രമങ്ങൾ ഇവിടെ സൂചിപ്പിക്കുകയാണ്. സൂറത്ത് ഹൂദില് 114 ആയത്തിൽ നമുക്ക് കാണാം, അഖിമിസ്വലാത്ത് തൊറഫൈൻ നഹാർ, നമസ്കാരം നീ നിർവഹിക്കുക പകലിന്റെ 2 ഘട്ടങ്ങളിൽ. വസുലഫം മിനല്ലൈൽ, രാത്രിയുടെ ചുരുങ്ങിയത് 3 സന്ദർഭങ്ങളിൽ. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, നന്മകള് തിന്മകളെ ഇല്ലാതെ ആക്കും. ദാലിക ദിക്റ ലിദ്ദാക്കിരീൻ, ഓർക്കാൻ ഉത്ബോധനം ഉൾക്കൊള്ളാൻ സന്നദ്ധതയുള്ള ആളുകൾക്ക് ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്, ഉത്ബോധനമാണ് എന്ന വിധത്തിൽ സൂറത്ത് ഹൂദിലെ 114 ആയത്ത് കാണാം. അവിടെ പകലിന്റെ 2 ഘട്ടങ്ങളിൽ എന്ന് പറയുന്നത് ലുഹറും അസ്റുമാണ്. രാത്രിയുടെ 3 സുലഫ് എന്നത് അതിന്റെ ബഹുവചനാണ്. ബഹുവചനം അറബിയിൽ ചുരുങ്ങിയത് 3ആണ്. അപ്പൊ പകലിന്റെ ചുരുങ്ങിയത് പകലിന്റെ 2 ഘട്ടങ്ങളും അതുപോലെ രാത്രിയുടെ 3 ഘട്ടങ്ങളും നമസ്കാരം നിർവഹിക്കാനാണ് അവിടെ നിർദ്ദേശിക്കുന്നത്. മഗ്രിബും ഇശായും ഫജ്റും സൂര്യൻ അസ്തമിച്ച് വീണ്ടും സൂര്യൻ ഉദിക്കുന്നതിന്റെ മുന്നെയായി നിർവഹിക്കപ്പെടുന്ന 3 നമസ്കാരങ്ങളാണ്. ലുഹറും അസ്റുമാണ് പകലിന്റെ 2 ഘട്ടങ്ങളിലെ നമസ്കാരം. ഇത് കൃത്യതയോടുകൂടി സൂറത്ത് ഹൂദിൽ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പൊതുവായിട്ട് ചില സമയങ്ങൾ പരാമർശിക്കുകയാണ്. അതുകൊണ്ട് വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസ്, തുലൂഇ ശംസിന്റെ മുമ്പായിട്ട്, സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പായിട്ട്. അത് ഫജ്ർ നമസ്കാരത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. വഖബ്ല ഖുറൂബിഹ, സൂര്യൻ അസ്തമിക്കുന്നതിന്റെ മുമ്പായിട്ട്, അത് അസ്ർ നമസ്കാരത്തെ സൂചിപ്പിക്കുന്നതായിട്ട് മനസ്സിലാക്കാം. വമിൻ ആനാഇൽ ലൈലി, രാത്രിയുടെ പല ഘട്ടങ്ങളിൽ, രാത്രിയുടെ ഘട്ടങ്ങളിലുള്ള നമസ്കാരം നമ്മൾ മഗ്രിബും ഇശായും അതുപോലെ തഹജ്ജുദും ഒക്കെ അതിൽ വരുന്നുണ്ട്. അതുപോലെ ഫസബ്ബിഹ് വഅത്റാഫൻ നഹാർ, പകലിന്റെ ഘട്ടങ്ങളിൽ ലുഹറും ലുഹായും അതുപോലെയുള്ള വേറെ ഉള്ള നമസ്കാരങ്ങളൊക്കെ ഉൾപ്പെടെയാണ് അത്രാഫ്, ബഹുവചനാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നേരത്തെ തൊറഫൈൻ നഹാർ എന്ന പ്രയോഗം സൂറത്ത് ഹൂദിൽ നമ്മൾ കണ്ടല്ലോ, അവിടെ 2 ഘട്ടങ്ങൾ എന്നാണ് ഉപയോഗിക്കുന്നത്. അത് ചിലര് തെറ്റിദ്ധരിച്ചുകൊണ്ട് 2 അറ്റങ്ങൾ എന്ന് മനസ്സിലാക്കിയിട്ട് പകലിന്റെ 2 അറ്റങ്ങളായിട്ടാണ് ഫജ്ർ നമസ്കാരവും അതുപോലെ മഗ്രിബ് നമസ്കാരവും നിർവഹിക്കുന്നത് എന്ന് വിശദീകരിച്ചത് കൊണ്ട് ഒരു സങ്കീർണത ഉണ്ടായിരുന്നു. യഥാർത്ഥത്തില് തൊറഫ് എന്നതുകൊണ്ട് അറ്റങ്ങളല്ല ഘട്ടങ്ങളാണ് ഉദ്ദേശിക്കുന്നത് എന്നത് ഇവിടെ നമ്മൾ ഇന്ന് വായിച്ച ആയത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. അല്ലെങ്കിൽ പകലിന് 2 തൊറഫുകളെ ഉണ്ടാകുള്ളൂല്ലോ. അറ്റങ്ങളാണെങ്കിൽ തൊറഫൈ എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇവിടെ സൂറത്ത് ത്വാഹയിൽ നമ്മൾ വായിക്കുന്ന ഈ ആയത്തിൽ അത്രാഫ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അത്രാഫിൻ നഹാർ, പകലിന്റെ അത്രാഫുകൾ. അപ്പൊ പകലിന് 3 അറ്റങ്ങൾ ചുരുങ്ങിയത് വേണ്ടേ? അറ്റമാണ് അർത്ഥമെങ്കിൽ 3 അറ്റം ഇല്ല പകലിന്, 2 അറ്റേ ഉള്ളൂ. ഒന്ന് ഉദയ സമയത്തിന്റെ ആ എൻഡ്, മറ്റത് അസ്തമയ സമയത്തിന്റെ എൻഡ്. അപ്പൊ 2 ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷെ ഈ പദം സൂചിപ്പിക്കുന്നത് ഘട്ടമാണ് എന്നതിനുള്ള തെളിവ് ഈ പ്രയോഗത്തിൽ അടങ്ങിയിട്ടുണ്ട്. അത്രാഫൻ നഹാർ, അല്ലെങ്കിൽ ബഹുവചനം ഉപയോഗിക്കാൻ പറ്റൂല, ദ്വിവചനം ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അപ്പൊ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ പകലില് ഇവിടെ പരാമർശിക്കപ്പെട്ടതിന് കൂടാതെ ചുരുങ്ങിയത് 3 സന്ദർഭമെങ്കിലും നമ്മൾ കാണണം. അപ്പോഴേ ഈ അത്രാഫ് ന്റെ സൂചന കൃത്യമാവുകയുള്ളൂ. അപ്പോ അത് ലുഹ നമസ്കാരവും ലുഹർ നമസ്കാരവും നേരത്തെ പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്ത വേറെ സുന്നത്ത് നമസ്കാരങ്ങളോ ഒക്കെ ആദ്യകാലത്ത് അങ്ങനെ സമയം നിർണയിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് പലപ്പോഴായിട്ടുള്ള
നമസ്കാരങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് പകലിന്റെ പല ഘട്ടങ്ങൾ എന്നുള്ള നിലക്ക് പരാമർശിച്ചതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ചെയ്താൽ ലഅല്ലക തർല, നീ തൃപ്തനായെന്ന് വരും. ഇതാണ് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. ഇപ്പോൾ നിന്റെ മനസ്സിന് പല വിധത്തിലുള്ള അതൃപ്തിയും അസംതൃപ്തിയും അതുപോലെ അസ്വസ്ഥതയും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. ആളുകൾ നിന്നെ ദ്രോഹിക്കുന്നത്, പീഡിപ്പിക്കുന്നത്, പ്രയാസപ്പെടുത്തുന്നത്, കുത്തുവാക്കുകൾ പറയുന്നത്, പരിഹസിക്കുന്നത്, ഇതൊക്കെ വിഷമമുണ്ടാക്കുന്നുണ്ട്. അപ്പോ അവരുടെ കാര്യത്തിൽ അള്ളാഹുവിന്റെ നടപടി ഉണ്ടാവേണ്ടതുണ്ട് എന്നൊരു തോന്നലൊക്കെ നിന്റെ മനസ്സിൽ, അതുപോലെ നിന്റെ അനുയായികളുടെ മനസ്സിലൊക്കെ ഉണ്ടാവും. പക്ഷെ അള്ളാഹുവിന്റെ ഒരു തീരുമാനം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അള്ളാഹു ഒരു അജല് നിശ്ചയിച്ചിട്ടുമുണ്ട്. ആ അജല് നിശ്ചയിക്കപ്പെട്ട അവസ്ഥയില് ആ അജൽ സമയം എത്തുന്നത് വരെ അള്ളാഹുവിന്റെ നടപടി ഉണ്ടാവുകയില്ല എന്നത് അള്ളാഹുവിന്റെ തീരുമാനമാണ് എന്നതിനാൽ തന്നെ ഈ നിഷേധികൾക്കെതിരെയുള്ള നടപടി ഉണ്ടാകട്ടെ എന്ന വിധത്തിൽ കാത്തു നിൽക്കണ്ട. അതിന് പകരം നീ സഹനം അവലംബിക്കുകയും അള്ളാഹുവിന്റെ അടുക്കിലേക്ക് സാമീപ്യം തേടിക്കൊണ്ടുള്ള തസ്ബീഹ് തഹ്മീദുകൾ അടങ്ങിയിട്ടുള്ള പ്രാർത്ഥനകളിൽ ഏർപ്പെടുകയും ചെയ്യുക. അങ്ങനെ ചെയ്താൽ നിനക്ക് മനസ്സമാധാനം വരും, നീ തൃപ്തി അടയുന്നവനാകും. ഇവിടെ തൃപ്തി അടയുന്നവനാകുക എന്ന് പറയുന്നത് ഈ ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നതിലൊക്കെ തന്നെ നിനക്ക് അത് അള്ളാന്റെ മാർഗത്തിലാണല്ലോ എന്ന ഒരു ആശ്വാസവും ആനന്ദവും ഒക്കെ അനുഭവിക്കുന്ന അവസ്ഥയുണ്ടായി എന്ന് വരും എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ പീഡനങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒക്കെ ഒരു അറുതി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയിലൂടെ ഉണ്ടാകും എന്ന് നിനക്ക് ബോധ്യപ്പെടുകയും അത് നിനക്കൊരു ആശ്വാസമായി മാറുകയും അങ്ങനെ നീ തൃപ്തി അടയുകയും ചെയ്തെന്ന് വരാം എന്ന സൂചനയും ആകാം. രണ്ടു വിധത്തിലും ആവാം. ഒന്ന്, ഈ ദുരിതങ്ങളോട് നമ്മുടെ മനസ്സ് കോംപ്രമൈസ്ഡ് ആയിട്ട് അതിനെ പോസിറ്റീവായിട്ട് കാണാൻ നമ്മൾ പ്രാപ്തരാകുക. രണ്ടാമത്തത്, ഈ ദുരിതങ്ങൾ അവസാനിപ്പിക്കുന്ന വിധത്തിലുള്ള അള്ളാഹുവിന്റെ നടപടി ഉണ്ടാകുക വഴി മനസ്സിനൊരു ആശ്വാസം കൈവരിക. ഈ രണ്ട് സംഗതികൾ സംഭവിക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് നീ അള്ളാഹുവിനോടുള്ള സാമീപ്യം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനകളിൽ ഏർപ്പെടുക. അത് ഉദയത്തിന് മുമ്പ് വേണം, ഉദയത്തിന്റെ അസ്തമയത്തിന്റെ മുമ്പ് വേണം, ഉദയത്തിന് മുമ്പ് വേണം, അതുപോലെ പകലിന്റെ പല ഘട്ടങ്ങളിലൊക്കെ വേണം. അപ്പൊ ആ നിലക്ക് നീ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുക. അപ്പോ നിനക്ക് ലഅല്ലക തർല, നീ തൃപ്തനായെന്ന് വരും എന്നാണ് അല്ലാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ത്വാഹയിലെ ശ്രദ്ധേയമായ ചില ആയത്തുകളാണ്. 128 മുതൽ 130 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഇതില് പരാമർശിക്കപ്പെട്ട അവസാനത്തെ ആ പ്രയോഗം ലഅല്ലക തർല എന്ന പ്രയോഗത്തിനോട് സമാനതയുള്ള വേറെ പ്രയോഗങ്ങള് ഖുർആനിൽ കാണാൻ പറ്റും. സൂറത്തുൽ ഇസ്രായിലെ 79-ാമത്തെ ആയത്തില് അള്ളാഹു ഇതുപോലെ ഒരു ആശ്വസിപ്പിക്കല് നൽകുന്ന കാണാം. റബ്ബുക മഖാമം മഹ്മൂദ, ഒരുപക്ഷെ നിന്റെ റബ്ബ് ഏറ്റവും സ്തുത്യർഹമായ ഒരു പദവി നിനക്ക് വൈകാതെ തന്നെ നൽകി എന്ന് വരും. അതാണ് ഒരു പരാമർശം. മറ്റൊന്ന്, സൂറത്തുൽ ളുഹയില് വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊല, വരാനിരിക്കുന്ന ഘട്ടമാണ് നിനക്ക് ആദ്യഘട്ടത്തെക്കാൾ ഉത്തമമായത്. അതുപോലെ വലസൗഫ യുഅ്തീക, ഒരുപക്ഷെ നിന്റെ റബ്ബ് നിനക്ക് കൂടുതൽ അനുഗ്രഹങ്ങൾ തന്നെന്ന് വരും. അപ്പോ യുഅ്തീക റബ്ബുക ഫതർല, നീ സംപ്രീതനായെന്ന് വരും എന്നൊക്കെ അവിടെയും പരാമർശിക്കുന്ന കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്ന വിധത്തില് അദ്ദേഹത്തിന് ഉൾപ്പുളകമുണ്ടാക്കാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ചില കംഫർട്ടിംഗ് വേർഡ്സ് ആണ് നമ്മളിവിടെ കണ്ടത്. സൂറത്ത് ത്വാഹയിൽ നമ്മൾ വായിച്ച ആയത്തിന്റെ അവസാനത്തിൽ ലഅല്ലക തർല എന്ന് പറഞ്ഞ പോലെ തന്നെ സൂറത്തുൽ ളുഹയിലും സൂറത്തുൽ ഇസ്രായിലും ഇതുപോലെയുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.